ഏതൊരു മുസൽമാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കഅബാലയം ഒന്ന് കൺകുളിർക്കെ ഒന്ന് കാണണം, അതിന് തവാഫ് ചെയ്യണം, ഹജറുൽ അസ്വദ് ചുംബിക്കണം, അതുപോലെ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ ഒന്ന് നിസ്കരിക്കണം, സംസം വെള്ളം വേണ്ടുവോളം കുടിക്കണം, സഫാ മർവയിലൂടെ ഒന്ന് ഓടണം, അഷ്റഫുൽ ഹൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് പോയി ഒന്ന് സലാം പറയണം, അവിടെ പോയി ഒന്ന് സ്വലാത്ത് ചൊല്ലണമെന്ന് ആഗ്രഹിക്കാത്തൊരു മുസൽമാൻ ഉണ്ടാവുകയില്ല. അതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് അതിനെല്ലാം അപേക്ഷിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അധിക പേരും അങ്ങനെയാണ്. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുള്ള ആഫിയത്തും ആരോഗ്യവും സൗകര്യവും അല്ലാഹു തആല ഏറ്റേറ്റി തരുമാറാവട്ടെ. ദുആയാണ് വേണ്ടത്. അതാണ് നമ്മുടെ ആയുധം. സിലാഹുൽ മുഅ്മിൻ ദുആയാണ് ഒരു മുഅ്മിൻ്റെ ആയുധം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അപേക്ഷിച്ച ആൾക്കാരൊക്കെ വേണ്ടുവോളം എല്ലാ വഖത്തിലും എല്ലാ നിസ്കാരത്തിന് ശേഷവും തഹജ്ജുദിന് ശേഷമൊക്കെ ഇതിനു വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇൻഷാ അല്ലാഹ് മൗലവി ട്രാവൽസ് ഇങ്ങനെയുള്ള ക്ലാസ് ആദ്യം തന്നെ വെക്കുന്നത് ഏതൊരു കാര്യം നാം ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ്സിനെ പറ്റി പഠിക്കണം. വിവാഹം ചെയ്യുകയാണെങ്കിൽ വിവാഹത്തിനെ പറ്റിയും അതിനുള്ള പിന്നീടുള്ള ദാമ്പത്യ ജീവിതത്തിനെ പറ്റി പഠിക്കണം. ഏതൊരു കാര്യം അങ്ങനെയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ ഹജ്ജും ഉംറയും സിയാറത്തുമൊക്കെ നമ്മൾ ശരിക്കും പഠിച്ച് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് കഅബാലയവും ഏതാണ് മക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഏതാണ്, അതിനുള്ള ശ്രേഷ്ഠത എന്താണ് എന്നൊക്കെ പഠിച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അൽഹംദുലില്ലാഹ് നമ്മളെ കൂടെ പോയവരൊക്കെ അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അവർക്ക് തൃപ്തിയാകുന്ന വിധത്തിലുള്ള അമലുകൾ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ്സിൽ ഇവിടെ ക്ലാസ് എടുക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ലാഹി അവറുകൾ അവതരിപ്പിക്കുന്നത് മദീനയെക്കുറിച്ചാണ്. മദീന അത് നാം അറിഞ്ഞിരിക്കണം. നമ്മൾ സാധാരണ ചിലപ്പോഴൊക്കെ അധിക പേരും മദീനയിൽ പോയാൽ ഒന്ന് സിയാറത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം പർച്ചേസുമായി ബന്ധപ്പെട്ടു പോകുന്നു. ചിലപ്പോഴങ്ങനെയാണ്. പർച്ചേസൊക്കെ മദീനയിൽ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയൊന്നും ഒതുക്കാൻ പാടില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്ത സ്ഥലമാണ് മദീന. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി തങ്ങൾ ഖിയാമത്ത് നാൾ വരെ കിടക്കാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത സ്ഥലമാണ് പരിശുദ്ധ മദീന. ബഹുമാനപ്പെട്ടവർ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നത് മദീനയെക്കുറിച്ച് നല്ലോണം എന്ന് പറഞ്ഞാൽ 7 വർഷത്തോളം അവിടെ താമസിക്കുകയും മദീനയെക്കുറിച്ച് ശരിക്കും പഠിക്കുകയും അറിയുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കൊണ്ട് ഏറ്റവും അനുയോജ്യമായ ഒരാളാണ് നമുക്ക് ക്ലാസ് എടുത്തിരുന്നത്. ശരിക്കും മദീനയെക്കുറിച്ച് പഠിക്കണം. ഇപ്പം മക്ക കഅബ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് കഅബയെ കുറിച്ചും മക്കത്തുൽ മുഖറമിനെ കുറിച്ചും ആവാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഏത് ഗ്രൂപ്പിലും എങ്ങനെ പോവാണെങ്കിലും അതിനൊക്കെ പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് മൊത്തത്തിൽ വിളിച്ചത്. ഇവിടെ മൗലവി ഗ്രൂപ്പിൽ പോകുന്നവരെ മാത്രമല്ല, എല്ലാം പഠിച്ചു പോകുമ്പോഴാണ് അതിൻ്റെ ഏതൊരു അമലും അതിൻ്റെ ശരിയായ വിധത്തിൽ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മുടെ നീയത്തും നന്നാക്കണം. ഏതൊരു കാര്യത്തിനും നീയത്ത് കൊണ്ടാണ് ആ അമലിൻ്റെ സ്വഹിയാകുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിപ്പിച്ച് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വളരെ വേഗത്തിൽ ഭംഗിയായ നിലയിൽ ക്ലാസ് ഇവിടെ നിർവഹിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ കർത്തവ്യം നിങ്ങൾക്കെല്ലാം സ്വാഗതം അരുളുക എന്നതാണ്. അതിലേക്ക് ഞാൻ പ്രവേശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശദമായി
നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. ഇനിയും ക്ലാസ് നടക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ഈ സദസ്സിനെ ദുആ കൊണ്ട് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ് നമ്മുടെ ബണ്ടിച്ച അൽ ഖത്തീബ്. വർഷങ്ങളോളമായി അവിടുത്തെ നാട്ടുകാർക്കെല്ലാം എന്തൊരു കാര്യവും ബഹുമാനപ്പെട്ടവരെ കൊണ്ട് അല്ലാഹു തആല അത് മരണം വരെ നിലർത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും ഈമാനും ഇഖ്ലാസും നമുക്കും അവർക്കും അല്ലാഹു തആല ഏറ്റേറ്റി തരുമാറാവട്ടെ. അവരെയും അതുപോലെ ഇന്നിവിടെ ക്ലാസ് എടുത്ത് തരുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ലാഹി അവർകൾ വർഷങ്ങളോളമായി ഈ രംഗത്ത് സുപരിചിതനാണ്. മദീനയിലായിരുന്നു വർഷങ്ങളോളം. അതിനുശേഷം റമളാനിൽ എഅ്തികാഫ് ഇരിക്കാൻ പോലെ അദ്ദേഹം മദീനയിലേക്കാണ്. ഉംറ കഴിഞ്ഞാൽ ഒരു ഉംറ കഴിഞ്ഞ് പിന്നെ മദീന പോയിരിക്കും 10 ദിവസം. അത് മദീനയെക്കുറിച്ച് പഠിച്ചത് കൊണ്ടാണ്. അദ്ദേഹത്തിന് അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. അദ്ദേഹത്തെ മൗലവിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മൗലവി ട്രാവലിൻ്റെ ആൾക്കാരിൽ ഇവിടെയുണ്ട്. അല്ലാഹു തആല വളരെ നല്ല നിലയിൽ അൽഹംദുലില്ലാഹ് ഉംറയാണെങ്കിലും ഹജ്ജാണെങ്കിലും ജനങ്ങൾക്കെല്ലാം തൃപ്തിപ്പെടുന്ന നിലയിൽ വളരെ ഖൈറായ നിലയിൽ അവർ കൊണ്ടുപോകാറുണ്ട്. മക്കയിലേക്കും മദീനയിലേക്കും ഒക്കെ. അല്ലാഹു തആല അവർക്ക് ഇഖ്ലാസ് നൽകുമാറാവട്ടെ. അവരുടെ ബിസിനസ്സിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ മൗലവിക്ക് വേണ്ടി സ്വാഗതം അരുളുകയാണ്. റബ്ബ് തആല നമ്മൾ ഉദ്ദേശിച്ചതായ ഹലാലായ മുറാദുകളെല്ലാം അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ ഹജ്ജ്, ഉംറ, അതുപോലെ പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ സിയാറത്ത്, മറ്റുള്ള സിയാറത്തുകളൊക്കെ അല്ലാഹു ഖൈറായ നിലയിൽ വളരെ സന്തോഷകരമായ നിലയിൽ നിർവഹിച്ച് ഖൈറായ നിലയിൽ സന്തോഷത്തോടെ തിരിച്ചു വരാനും തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട്